ഓം ശാന്തി. ദ ലൈറ്റ് ജ്യോതി എന്ന ഈ ആത്മീയ പരമ്പര പുതിയൊരു പ്രോഗ്രാം നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം, മണ്ഡലകാലവ്രതം, മകരവിളക്ക് സീസണിൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് ഈ ആത്മീയ തീർത്ഥയാത്ര ചെയ്യാം. ഒരു പക്ഷേ വീട്ടിൽ ആരെങ്കിലും ഒരാൾ മാലയിടുമ്പോൾ ബാക്കി എല്ലാവർക്കും മനസ്സിൽ തോന്നലും വന്നേക്കാം, നമുക്കൊന്നും ശബരിമല പോകാൻ പറ്റുന്നില്ലല്ലോ. പ്രത്യേകിച്ചും സ്ത്രീകളാകുമ്പോൾ നമുക്ക് ചിന്ത വരുമല്ലോ. കാരണം കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ പോകാം, അല്ലെങ്കിൽ ഒരു ഏജിന് ശേഷമേ പോകാൻ പറ്റൂ. അപ്പം നമുക്കൊന്നും വ്രതം എടുക്കാൻ പറ്റില്ലല്ലോ, തീർത്ഥാടനം ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ചിലർ ശബരിമല തീർത്ഥാടനത്തിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ച് പോകണം എന്ന് വാശി പിടിക്കുന്നവരും ചിലരുണ്ട്. എന്നാൽ ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തിലാണെങ്കിലും എന്ത് വ്യവസ്ഥയാണോ വെച്ചിരിക്കുന്നത്, എല്ലാ വ്യവസ്ഥകളും നമ്മുടെ നല്ല അവസ്ഥ ഉണ്ടാക്കാനാണ്. വ്യവസ്ഥ ലംഘിക്കപ്പെടുമ്പോൾ അവസ്ഥയാണ് പോകുന്നത്. അതുകൊണ്ട് ശബരിമല തീർത്ഥാടനത്തിലും വച്ചിരിക്കുന്ന വ്യവസ്ഥ പാലിച്ച് നമുക്ക് നമ്മുടെ സമയത്ത് പോകുന്നതിലാണ് നമുക്കും നമ്മുടെ നല്ല മനസ്സിൻ്റെ അവസ്ഥ സുഖവും ശാന്തിയും സന്തോഷവും പ്രാപ്തമാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ മണ്ഡലകാലത്തിൽ നമുക്ക് ഏവർക്കും ആത്മീയമായ ഒരു തീർത്ഥാടനം കുടുംബസമേതം ചെയ്യാം. ആരംഭിക്കാം. ഇന്നു മുതൽ നമുക്ക് ഒരുമിച്ച് ഈ തീർത്ഥയാത്ര തുടങ്ങാം. തയ്യാറല്ലേ? എന്താണ് മണ്ഡലം? മണ്ഡലം എന്ന് പറയുമ്പോൾ പൂർണ്ണവൃത്താകൃതിയിലുള്ള ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും ഒരു ചാക്രികമായ ചലനത്തെയാണിത് പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചാക്രികമായ ഒരു മണ്ഡലം നമുക്ക് ഈ പ്രകൃതിയിൽ എല്ലാറ്റിലും കാണാൻ കഴിയും. പ്രത്യേകിച്ചും നമ്മൾ നോക്കുകയാണെങ്കിൽ ദിനരാത്രങ്ങളുടെ ഒരു മണ്ഡലമുണ്ട്. പകൽ, പിന്നീട് സന്ധ്യാസമയത്തെത്തുന്നു, രാത്രി കൂരിരുട്ടിലെത്തുന്നു, രാത്രിക്ക് ശേഷം പിന്നീട് ഒരു ബ്രഹ്മമുഹൂർത്തം, അതിനുശേഷം വീണ്ടും പകൽ. അപ്പോൾ ഒരു വൃത്താകൃതിയിലുള്ള ഒരു മണ്ഡലവും ആ മണ്ഡലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിനൊരു തുടക്കവും ഉണ്ട്, ആദി മധ്യ അന്ത്യം. അന്ത്യത്തിന് ശേഷം വീണ്ടും ഒരു പുനരാവൃത്തി, പുനരാരംഭം. അപ്പോൾ ഒരു മണ്ഡലം പൂർത്തിയായി, ഒരു ദിവസം പൂർത്തിയായി, അടുത്ത ദിവസം ആരംഭിക്കുന്നതിന് ഇടയിലുള്ള ഒരു സംഗമ വേള, അതാണ് ദിനരാത്ര സംഗമത്തെ നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും, അല്ലേ? അതുപോലെ ഋതുക്കൾ നമ്മൾ നോക്കുകയാണെങ്കിലും അത് ഒരു ചക്രീയമായ മണ്ഡലവും, ഒരു 4 ഋതുക്കളിലൂടെ ഒരു ചക്രം പൂർത്തിയാക്കുകയും വീണ്ടും 4 ഋതുക്കളുടെ പുനരാവൃത്തി നമുക്ക് കാണാം. കറുത്ത പക്ഷം മാറി വെളുത്ത പക്ഷം വരുമ്പോൾ ഒരു പ്രദോഷം നമുക്ക് കാണാം, അല്ലേ? അപ്പം അതേപോലെ 4 യുഗങ്ങൾ, സത്യുഗം, ത്രേതായുഗം, ദ്വാപരം, കലിയുഗം. കലിയുഗത്തിന് ശേഷം വീണ്ടും സത്യുഗം, ത്രേത, ദ്വാപര, കലി. അപ്പോൾ സത്യുഗം മുതൽ കലിയുഗം വരെയുള്ള ഒരു മണ്ഡലം പൂർത്തിയായി കഴിഞ്ഞാൽ കലിയുഗത്തിന് ശേഷം വീണ്ടും അടുത്ത സത്യുഗത്തിൻ്റെ പുനരാവൃത്തിയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന മണ്ഡലം കലിയുഗത്തോടുകൂടി പൂർത്തിയാക്കുകയും സത്യുഗം വരാനും പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സംഗമവേളയിലാണ്. ഈ സംഗമവേള ഒരു പരിവർത്തനത്തിൻ്റെ ടൈമാണ്. എന്ത് പരിവർത്തനം? പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ നമുക്ക് മാറ്റമൊന്നും കൊണ്ടുവരാൻ, അത് പ്രകൃതിയാ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദിനരാത്ര ചക്രമോ ഋതുഭേദ ചക്രത്തിലോ ഒന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല. യുഗങ്ങൾ 4 മാറുന്നതോ, പക്ഷെ പറയാറുണ്ടല്ലോ, കാലം മാറുന്നതിനോടൊപ്പം കോലം മാറണം.
സമയത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്കായിട്ട് നമ്മുടെ സങ്കല്പങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, അതായത് എനിക്ക് കൺട്രോളുള്ള ചില കാര്യങ്ങളുണ്ട്, എനിക്കെൻ്റെ വിൽ പവർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഈ മണ്ഡലകാലം, ശബരിമല തീർത്ഥാടന കാലം, ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കുള്ള മാറ്റം, അതിൻ്റെ ഇടയിൽ ഒരു സംക്രാന്തി ഉണ്ട്. അതിനെ നമ്മൾ മകരസംക്രാന്തി എന്ന് പറയും അല്ലേ? എന്താണ് ദക്ഷിണായന കാലം? സൂര്യൻ ഭൂമിയുടെ അടുത്ത് നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന സമയം, ശനി ഭൂമിയോട് അടുക്കുന്ന സമയം. അതുകൊണ്ട് ശനിദോഷം ഉണ്ടാകും. മനുഷ്യരാശി പല ദോഷകരമായ കാര്യങ്ങൾ ചെയ്യും. എന്ത് ദോഷം? ദോഷം വരുത്തുന്ന ചിന്തകൾ, ദോഷമുണ്ടാക്കുന്ന വാക്കുകൾ, ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തികൾ, പെരുമാറ്റം. ശരീരം, മനസ്സ്, ധനം, ബുദ്ധി, കഴിവ്, തൻ്റെ പദവികൾ, ഇവയെല്ലാം ദോഷകരമായി ഉപയോഗിക്കുക. അതിലൂടെ തനിക്കും മറ്റുള്ളവർക്കും ദോഷം വരുത്തി വയ്ക്കുക. ഇതിനെയാണ് ശനിദോഷം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? സൂര്യൻ്റെ അടുത്ത് നകന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൂര്യൻ ഒന്ന് നമുക്ക് വെളിച്ചം തരുന്ന സൂര്യൻ. അതുകൊണ്ട് നമുക്ക് സൂര്യൻ ദൂരേക്ക് പോകുന്നത് കാരണം ഇരുട്ട് കൂടുതലാണ് അല്ലേ? ഈ സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, രാത്രി കൂടുതലാണ്, ഇരുട്ട് കൂടുതലാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ജീവിതത്തിൽ സൂര്യൻ, ജ്ഞാനസൂര്യൻ, അറിവിൻ്റെ സൂര്യൻ, സുഖശാന്തിയുടെ സൂര്യൻ, സന്തോഷത്തിൻ്റെ സൂര്യൻ, സ്നേഹത്തിൻ്റെ സൂര്യൻ, സത്യതയുടെ സൂര്യൻ ആരാണ്? ഭഗവാനാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കലിയുഗത്തിൽ ഈ സമയമാണ് നമ്മൾ മനുഷ്യർ ഈശ്വരനാകുന്ന സൂര്യൻ്റെ അടുത്ത് നിന്നും വളരെ ദൂരെയായത്. സത്യത്രേത ദ്വാപരകലി, ഈ 4 യുഗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് നിന്ന് നമ്മൾ ഏറ്റവും അകന്ന സമയം ഈ കൽപ്പാന്ത കാലമാണ്, കലിയുഗ സമയമാണ്. അതുകൊണ്ട് നമുക്കും എന്ത് സംഭവിച്ചു? ഭഗവാന്റെ അടുത്ത് നിന്ന് അകന്നത് കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ മനസ്സിലെ മാനവികതയിൽ നിന്ന്, നമ്മുടെ സദ്ഗുണങ്ങളിൽ നിന്ന് നമ്മൾ അകന്നുപോയി. വിവേകത്തിൽ നിന്ന് നമ്മൾ ദൂരെയായിപ്പോയി. ശക്തികൾ നമുക്ക് അന്യമായിപ്പോയി. അപ്പം നമ്മൾ നമ്മളിൽ നിന്നും അകന്നു. നമ്മളെ മനസ്സുകൾ തമ്മിൽ അകന്നു. മനുഷ്യനും മനുഷ്യനും തമ്മിൽ മനസ്സുകൾ തമ്മിലുള്ള അകൽച്ച കൂടി. ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നതെന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഹൃദയം തുറന്നുള്ള ഇടപാടുകളോ സത്യസന്ധമായ, ആത്മാർത്ഥമായ, പരസ്പര വിശ്വാസത്തോടു കൂടിയ എത്ര ബന്ധങ്ങളെ നമുക്ക് കെട്ടുറപ്പോടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഭഗവാന്റെ അടുത്തുനിന്നും അകന്നു, നമ്മൾ നമ്മളിൽ നിന്നും അകന്നു, പിന്നെ നമ്മൾ പരസ്പരവും അകന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട്, ഈശ്വരൻ അകന്ന ഇരുട്ട്, നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ അകന്ന ഇരുട്ട്. നമുക്ക് നമ്മളെ പോലും വിശ്വാസമില്ല. ചിലപ്പോൾ പറയില്ലേ, അതെ പറയാൻ പറ്റില്ല, എനിക്ക് എൻ്റെ മേലെ കൺട്രോളൊന്നുമില്ല, ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല. നമ്മൾ നമ്മളിൽ നിന്നും അകന്നുപോയി. നമുക്ക് നമ്മുടെ മേലെ പോലും നിയന്ത്രണമില്ല. ദുഃഖം, അശാന്തി, ടെൻഷൻ, ദേഷ്യം, ക്രൂരത, അക്രമം, പക അല്ലെ, ഈ ഇരുട്ട് കൂടി വരികയാണ്. മനസ്സുകൾക്ക് തമ്മിലുള്ള അകൽച്ചയും കൂടി വരികയാണ്. അപ്പം ശരിക്കും ഇതല്ലേ ശനിദോഷം? അപ്പോൾ ഇതൊരു കാലം, ഈ മണ്ഡലകാലം, നമ്മുടെ ജീവിത മണ്ഡലകാലം, ഈ കൽപ്പാന്തകാലം, കലിയുഗത്തിൻ്റെ ഈ അവസാന സമയം, 4 യുഗങ്ങളോടുകൂടി ഒരു കൽപ്പം പൂർത്തിയാക്കുകയാണ്. വീണ്ടും സത്യയുഗത്തോടുകൂടി അടുത്ത കൽപ്പം ആരംഭിക്കാൻ പോവാണ്. അപ്പം കലികാലം പോണു, സത്യയുഗം വരുന്നു. അപ്പം നമുക്കും എല്ലാവർക്കും കലിയുഗിയിൽ നിന്ന് സത്യയുഗിയായി മാറാനുള്ള ഒരു സമയമാണിത്. അതുകൊണ്ടാണ് കലിയുഗവരതനായിട്ട് ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മളോട് എന്താ പറയണേ? ഈശ്വരൻ പറയണ, ജ്യോതി തെളിയിക്കൂ. ജ്യോതി തെളിയണമെങ്കിൽ വ്രതം വേണം. അതുകൊണ്ട് ഈ സമയം എന്താണ്? വ്രതം അനുഷ്ഠിക്കാനുള്ള ടൈമാണ്. ശുദ്ധി വേണം. കാരണം ശുദ്ധി ഉണ്ടെങ്കിലേ ഉള്ളിൽ വെളിച്ചം ഉണ്ടാകുള്ളൂ. വെളിച്ചം വന്നാലേ ഇരുട്ട് പോകുള്ളൂ.
അതുകൊണ്ടാണ് കറുത്ത പക്ഷം മാറി വെളുത്ത പക്ഷം വരുമ്പോൾ പ്രദോഷം എന്നല്ലേ നമ്മൾ പറയണേ. ദോഷം മാറാൻ നമ്മളെല്ലാവരും ശിവന്റെ അടുത്തേക്കാണ് പോണേ, ഭഗവാന്റെ അടുത്ത് പോയി അഭയം തേടാണ്. അതുകൊണ്ട് ഇത് സമയമാണ്. കലിയുഗം മാറുകയാണ്, സത്യുഗം വരാൻ പോവാണ്. ഈ സന്തോഷകരമായ ഒരു ന്യൂസ്, ഒരു വാർത്ത, വർത്തമാനമാണ് ഭഗവാൻ ആ പ്രകാശം വീണ്ടും ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആ ജ്യോതി ഈ മുഴുവൻ വിശ്വത്തിന് വെളിച്ചം കൊടുക്കുന്ന ദ ലൈറ്റ്, ദ സുപ്രീം ലൈറ്റ്, ഈശ്വരനെ ഈ ഭൂമിയിൽ അവതരണം ചെയ്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിലെ അന്തരാത്മാവിലെ ലൈറ്റ് തെളിയിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ഇന്നു മുതൽ നമ്മുടെ ഉള്ളിലെ ആത്മദീപവും തെളിയിക്കാം, പരമാത്മദീപവുമായി നമുക്ക് കണക്റ്റഡ് ആയിരിക്കാം. പിന്നെയോ ദക്ഷിണായനം കഴിഞ്ഞ് അടുത്തത് ദക്ഷിണായന സമയത്ത് സൂര്യൻ ഭൂമി നകന്നിരിക്കുമ്പോൾ ഈ ആദ്യത്തെ 41 ദിവസം നമ്മളോട് എന്താ പറയണേ? വ്രതം അനുഷ്ഠിക്കും. വ്രതം, ഋതമുള്ള ഒരു ജീവിതം, താളാത്മകമായ ജീവിതം. ജീവിതം താളം തെറ്റിക്കിടക്കാണ്, പാളം തെറ്റിക്കിടക്കാണ്. എവിടെയാണ് താളം തെറ്റിയത്? വേണ്ടാത്ത ചിന്ത, വേണ്ടാത്ത വാക്ക്, വേണ്ടാത്തത് കഴിക്കുക, കുടിക്കുക. നമ്മുടെ ജീവിതത്തിനൊരു ട്രാക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആ ട്രാക്കിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിരുന്നത്. വളരെ കാലം ട്രാക്കിലൂടെ സഞ്ചരിച്ചിരുന്നവരാണ്. ഭഗവാൻ പറയുന്ന സത്യത്രേതായുഗം, അരക്കൽപ്പം, 2500 വർഷങ്ങളോളം നമ്മളെല്ലാം ട്രാക്കിലൂടെയാണ് സഞ്ചരിച്ചത്. വെളിച്ചത്തിൽ സഞ്ചരിച്ചു. കൂടെയുള്ളവർക്കും വെളിച്ചം കൊടുത്ത് ജീവിച്ചവരാണ്. നമ്മളും സുഖശാന്തിയോടെ, ആരോഗ്യത്തോടെ, സമൃദ്ധിയോടെ ജീവിച്ചവരാണ്. ആ ജീവിതത്തെയാണ് നമ്മൾ ദേവലോകം, വൈകുണ്ഠം എന്നെല്ലാം പറയണം. അതാണ് അയ്യപ്പസ്വാമിയുടെ ജീവിതം. വെളിച്ചത്തിലിരുന്ന് വെളിച്ചം കൊടുത്തു. അപ്പൊ ഇപ്പോൾ വീണ്ടും ഒരു ശബരിമല തീർത്ഥാടന കാലം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയുകയാണ്, ഈ 41 ദിവസത്തെ വ്രതമെടുത്ത് പിന്നെ നമുക്ക് മകരസംക്രാന്തിയോട് കൂടിയിട്ട് ജ്യോതിയുടെ സീസണാണ്, വിളക്ക് തെളിയിക്കാനുള്ള 21 ദിവസം. അടുത്തത് മകരവിളക്കിൻ്റെ കാലമാണ് അല്ലേ? എൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അരക്കൽപ്പം സത്യത്രേതായുഗത്തിൽ നമ്മൾ വെളിച്ചത്തിൽ ജീവിച്ചു. ദ്വാപരയുഗം മുതലാണ് മനുഷ്യ ജീവിതം പതുക്കെ പതുക്കെ ഇരുട്ടിലേക്ക് വന്നത്, ഈശ്വരൻ്റെ അടുത്ത് നകന്നത്, നമ്മൾ നമ്മളിൽ നിന്ന് അകന്നത്, ശരീരബോധത്തിലേക്ക് വഴുതി വീണു, വികാരങ്ങളുടെ പിടിയിൽപ്പെട്ടു. അതോടുകൂടി ഇരുട്ടിലേക്ക് വീണുകൊണ്ടിരിക്കുക. ഇപ്പൊ സമയം എന്താണ്? കൽപ്പാന്തകാലം. ഇതിനെ സംഗമ സമയം എന്നാണ് പറയുന്നത്. ഒരു വലിയ സംക്രാന്തി സമയത്തിലാണ് നമ്മളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പൊ ജ്യോതി തെളിയിച്ചാൽ ഈശ്വരൻ പറയുന്നത്, ഈ തെളിയിക്കുന്ന ജ്യോതി 21 ജന്മങ്ങളിലേക്ക്, ജന്മജന്മാന്തരങ്ങളിലേക്ക്, വീണ്ടും അടുത്ത അരക്കൽപ്പത്തിലേക്ക്, സത്യത്രേതായുഗത്തിലേക്ക് വീണ്ടും നമ്മളിൽ ഈ ജ്യോതി തെളിഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഈ ശബരിമല സീസൺ, ഈ തീർത്ഥാടന കാലം, ഈ മണ്ഡലകാലം, 41 ദിവസത്തെ വ്രതം നമുക്കൊരു ജീവിത വ്രതമാക്കി മാറ്റാം. മാലയിടുന്നത്, കറുപ്പൊടുക്കുന്നത് വീട്ടിൽ ഒരാളായിരിക്കാം. പക്ഷേ കുടുംബസമേതം നമുക്കെല്ലാവർക്കും ഇന്നൊരു തീരുമാനം എടുക്കാം. നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിനായി, ജീവിതത്തിൽ ഒരു ആത്മീയ തീർത്ഥയാത്രയ്ക്കുള്ള, കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ജീവിത കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും, ഇവൻ ശബരിമലയിൽ പോകാൻ പറ്റാത്തവർക്കും, അത് പുരുഷന്മാരാകട്ടെ, സ്ത്രീകളാകട്ടെ, കുട്ടികളാകട്ടെ, അച്ഛനും അമ്മയും മക്കളും പ്രായമായവരും കുടുംബസമേതം വീട്ടിൽ എത്ര പേരുണ്ടോ എല്ലാവരും ചേർന്ന് നമുക്കിന്ന് ഒരു തീരുമാനം എടുക്കാം. ഈ മണ്ഡലകാലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വ്രതശുദ്ധിയുടെ കാലമാക്കാം. ജ്യോതി തെളിയിക്കാൻ നമുക്ക് തുടങ്ങാം. വെളിച്ചത്തിലേക്ക് മടങ്ങിപ്പോകാം. അതിനുവേണ്ടി ഇന്ന് നമുക്ക് ആദ്യത്തെ ചുവട് വയ്ക്കാം. 18 പടികൾ കയറിയിട്ടാണല്ലോ
നമ്മൾ സ്വാമിയെ ദർശിക്കണം. ഇന്ന് നമുക്ക് ആദ്യത്തെ ചുവട് വയ്ക്കാം. ഫസ്റ്റ് പടി കയറാം. എല്ലാവരും ഒരു ദൃഢസങ്കല്പം എടുക്കൂ. കുടുംബസമേതം എല്ലാവർക്കും വൈകുന്നേരം 6:30 മുതൽ 7:30 വരെയുള്ള സമയം, വിളക്ക് വയ്ക്കുന്ന സമയം. കഴിയുമെങ്കിൽ 6 മണിക്ക് ശേഷം TV, ഫോണ്, കമ്പ്യൂട്ടർ, എല്ലാ ഡിജിറ്റൽ സ്ക്രീനും ആത്മീയ സത്സംഗത്തിനോ ഭഗവാന്റെ പാട്ടുകളോ ഭജനയ്ക്കോ വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. സീരിയൽ, ന്യൂസ്, മറ്റൊരു പ്രോഗ്രാമുകളും കാണാനോ കേൾക്കാനോ അതിലൂടെ ഒച്ചയുണ്ടാക്കാനോ വേണ്ടി ഈ സാധനങ്ങളൊന്നും സന്ധ്യാസമയത്ത് വീട്ടിൽ ഓൺ ചെയ്യുക. പകരം മാലയിട്ടവരാണെങ്കിൽ ഒരുമിച്ചിരുന്ന് വീട്ടിലോ ക്ഷേത്രങ്ങളിലോ സത്സംഗങ്ങളിലോ ഒരുമിച്ച് ഈശ്വര പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകും. നമുക്ക് ഏവർക്കും ചേർന്ന് ഇന്നു മുതൽ 10 മിനിറ്റ് സന്ധ്യാവന്ദനം ആരംഭിക്കാം. അല്പസമയം ധ്യാനം ചെയ്യാം. സങ്കല്പെടുക്കൂ. സന്ധ്യാവന്ദന വേളയാണിത്. ആ പരമപ്രകാശം, പരമ്പൊരുൾ, ഈശ്വര ചൈതന്യം, സർവശക്തിവാൻ ഭഗവാന്റെ പരമചൈതന്യ പ്രകാശമൊഴുകി ഭവനം നിറയെ ഈശ്വര അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുകയാണ്. ഈശ്വരീയ ശക്തികളുടെ നിറവ് എൻ്റെ മനസ്സിലും ശരീരത്തിലും മനസ്സ് സർവശക്തിവാന്റെ ശക്തികളാൽ മനോബലമുള്ളതായി തീർന്നിരിക്കുന്നു. ശരീരം ഈശ്വരപ്രസാദം കൊണ്ട് കൂടുതൽ ആരോഗ്യമുള്ളതായി തീർന്നിരിക്കുന്നു. കുടുംബാംഗങ്ങളുടെ എല്ലാ മനസ്സിലും ശരീരത്തിലും ഈശ്വരീയ വരദാനങ്ങളാൽ സദ്ബുദ്ധിയും ആരോഗ്യവും എല്ലാവർക്കും മംഗളം ഉണ്ടാകുകയാണ്. എല്ലാവരുടെയും മനസ്സ് സമാധാനം കൊണ്ട് നിറയുകയാണ്. ഈശ്വര ചൈതന്യം സർവ കുടുംബാംഗങ്ങളിലും ബന്ധുമിത്രാദികളിലും അയൽ വീടുകളിലേക്കും നാട് മുഴുവൻ സർവചരാചരങ്ങളിലും നിറഞ്ഞ് സർവർക്കും മംഗളമുണ്ടാകട്ടെ. ഓം